നമസ്കാരം. ഞാൻ ഡോക്ടർ ആവണി ഹർഷൻ. ഞാനൊരു വുമൺ എംപവർമെൻറ്റ് കോച്ചാണ്. ഒരുപാട് സ്ത്രീകൾ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കുന്ന നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷമം അല്ലെങ്കിൽ ആരോടെങ്കിലും ദേഷ്യം അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വികാരം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ഇതിൽ നിന്നും നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യാം, എങ്ങനെ മനസ്സിനെ നമ്മൾക്ക് ഒന്ന് ഡീക്ലട്ടർ ചെയ്യാം, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയില്ല. ഈ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ടെങ്കിൽ അടുത്തത് ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് അനാവശ്യ സാധനങ്ങൾ ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ അത് അലമാരയിൽ വർഷങ്ങളോളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഡ്രസ്സുകളായിരിക്കാം, അതല്ലെങ്കിൽ ഒരുപാട് കിച്ചൺ യുട്ടൻസിൽസ് ആയിരിക്കാം, അതുമല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറോ ഒരുപാട് അനാവശ്യമായിട്ടുള്ള പ്ലാസ്റ്റിക് കവറുകളോ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വർഷങ്ങളോളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഓരോരോ ബോക്സിലാക്കി അത് വേർതിരിച്ച് ഇതെല്ലാം വെക്കാൻ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു റൂമും ഉപയോഗിക്കുക. ഇങ്ങനെ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ കൂടുതൽ മൈൻഡ് ഇൻവോൾവ് ചെയ്യാൻ പറ്റുകയും മറ്റ് കാര്യങ്ങളിലേക്ക് മൈൻഡ് വേർതിരിച്ച് വിടാതിരിക്കുകയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ബി ഇൻ ദ പ്രസന്റ് മൊമെന്റ് എന്നുള്ള കൺസെപ്റ്റ് ഇവിടെ പ്രായോഗികമാക്കാൻ പറ്റും. പ്രസന്റിൽ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലുള്ള ആങ്സൈറ്റി ഉണ്ടാകില്ല. അതേപോലെ തന്നെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അനാവശ്യമായിട്ട് ചിന്തിക്കുകയും ചെയ്യില്ല. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാൻ പറ്റും. മൈൻഡിന് ഒന്ന് റിലീഫ് ചെയ്യാൻ പറ്റുകയും ഇതുവഴി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ എന്തെങ്കിലും വഴി തെളിയിക്കുകയാണ് ഇതുവഴി നിങ്ങൾ ചെയ്യുന്നത്. പഴയത് കളയുക എന്നുള്ളത് വളരെ വളരെ അനിവാര്യമാണ്. പഴയ കാര്യങ്ങൾ കളഞ്ഞാൽ മാത്രമേ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഒരു ടിപ്പാണ്. ഇന്ന് തന്നെ എല്ലാവരും ചെയ്തു നോക്കുക. ചെയ്തിട്ട് അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയ ഒരു ബെനിഫിറ്റ് കമൻസ് വഴി അറിയിക്കുകയും ചെയ്യണം. വേറൊരു കാര്യം കൂടി പറയുകയാണ്. ഇപ്പോൾ നിങ്ങൾ ബെഡിൽ കിടക്കാൻ വരുമ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട്. ലൈക്ക് എന്താ പറയുക, ലാപ്ടോപ്പ് വെച്ചിരിക്കുന്നു, മൊബൈൽ വെച്ചിരിക്കുന്നു, ഒരുപാട് പുസ്തകങ്ങൾ വെച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല, സമാധാനവും സ്വസ്ഥതയും കിട്ടില്ല, അല്ലേ? അപ്പം അങ്ങനെയുള്ള സന്ദർഭം വരുമ്പോൾ നമ്മൾ അവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റുക? മനസ്സൊന്ന് ഫ്രീ ആയി, അതേപോലെ നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് ഉറങ്ങാനും പറ്റും. അത് തന്നെയാണ് ഈ ഒരു എക്സസൈസിലും നിങ്ങൾ ചെയ്യുന്നത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് കേൾക്കുന്ന പലരും വിചാരിക്കുന്നുണ്ടാകാം, ഇത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡെയിലി ചെയ്യുന്നതാണ്, ഇതുകൊണ്ട് എന്താണ് ഉപയോഗം അല്ലെങ്കിൽ ഉപകാരം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം. പക്ഷേ ഈ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാനും ഇതുവഴി നിങ്ങളുടെ മൈൻഡ് റിലാക്സ് ആക്കാനും അതുവഴി പഴയത് കളഞ്ഞ് പുതിയത് വരാനുമുള്ള ഒരു മാനസിക സ്ഥിതി വളർത്തിയെടുക്കുക കൂടി നിങ്ങൾ ഇതിൽ നിന്നും പുതിയതായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. അതല്ല നിങ്ങൾക്കിതൊക്കെ അറിയാമെങ്കിൽ
അത് നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി ചെയ്യുക, നല്ലതല്ലേ? വേറൊരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ, മനുഷ്യൻ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അത് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാകണം എന്നില്ല. വലിയ എൻജിനീയറിങ്ങോ വലിയ ഡോക്ടറോ അതൊന്നും ആവണമെന്നില്ല. ചെറിയൊരു കാര്യത്തിൽ കൂടി നിങ്ങൾക്ക് എന്താണ് പുതിയത് പഠിക്കാൻ പറ്റിയത് എന്നാണ് നിങ്ങൾ ഇതിൽ നിന്നും എടുക്കേണ്ടത്. ദ 3 മോസ്റ്റ് ഡേഞ്ചറസ് വേർഡ്സ് എന്താണ്? ഐ നോ എവറിത്തിങ് എന്ന് വെച്ചാൽ എനിക്ക് എല്ലാം അറിയാം. ആ ഒരു ചിന്താഗതി നിങ്ങളെ ഒരിക്കലും മുന്നേറാനുള്ള ഒരു മനസ്സ് സൃഷ്ടിച്ചെടുക്കില്ല. ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ട് ഡോക്ടർ എന്തെങ്കിലും ഒരു സൊല്യൂഷനോ അല്ലെങ്കിൽ ഒരു റെമഡി പറയുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് എനിക്കെല്ലാം അറിയാമെന്ന് പറയുകയാണെങ്കിൽ ആ ഡോക്ടർ ചിലപ്പോൾ ഒരു സൊല്യൂഷൻ പറയാൻ ഇരിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അവരതിൽ നിന്നും മാറി അല്ലെങ്കിൽ അവർ ഇങ്ങനെയുള്ള ആളുകളെ എൻ്റർടൈൻ ചെയ്യില്ലായിരിക്കാം. അതേപോലെ തന്നെ ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. നിങ്ങൾ എന്തെങ്കിലും ഒരു കോഴ്സിന് ചേരുവാണെങ്കിൽ നിങ്ങൾ ആ കോഴ്സിൽ ചേർന്ന് ആദ്യം തന്നെ ഇരിക്കുമ്പോൾ എനിക്കിതൊക്കെ അറിയാമെന്നുള്ള ഒരു മൈൻഡിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവർ പറയുന്ന പുതിയ പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ബാക്ക് ഓഫ് യുവർ മൈൻഡ് നിങ്ങൾക്ക് എല്ലാം അറിയാമെന്നുള്ളൊരു ചിന്തയാണ്. ഇത് നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് വികസിക്കുകയും നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനും പറ്റും. ഇനി നിങ്ങളൊരു കോഴ്സിന് ചേർന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ തന്നെ വിചാരിക്കുക. പക്ഷേ അതിൽ നിന്നും പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം എന്തായാലും ഉണ്ടാകും. അതാണ് നിങ്ങൾ ക്യാപ്ചർ ചെയ്യേണ്ടത്. അപ്പോൾ ഐ നോ എവറിത്തിങ് എന്നുള്ള ആ ഒരു തിങ്കിങ് മാറ്റിയിട്ട് ഐ ആം ഓപ്പൺ ടു ലേൺ ന്യൂ തിങ്സ് ഇൻ മൈ ലൈഫ് എന്നുള്ള ഒരു മൈൻഡ് സൃഷ്ടിച്ചെടുക്കുക. ഇതുവഴി നിങ്ങൾക്ക് ജീവിതത്തിൽ കൂടുതൽ വിജയങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ മനുഷ്യൻ എപ്പോഴും എന്തുകൊണ്ടാണ് വളരാത്തത് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ യു ഷുഡ് ബി എ ലൈഫ് ലോങ് ലേണർ. ഇതിന് നിങ്ങൾ നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അനാവശ്യ കാര്യങ്ങൾ വാങ്ങിച്ചു കൂട്ടി അതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താതെ നിങ്ങൾക്ക് ഇന്ന് എന്ത് പുതിയത് പഠിക്കാം എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇനി നിങ്ങൾ പറയുകയാണ് ഇതിലൊക്കെ കൂടുതൽ ക്യാഷ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമല്ലോ എന്നാണ് നിങ്ങളുടെ തോട്ട് പ്രോസസ് എങ്കിൽ ഫ്രീ ആയിട്ട് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. യൂട്യൂബ് മാത്രമല്ല, ദർ ആർ ഡിഫറെൻറ്റ് അതർ സോഴ്സസ് അല്ലേ? അതിൽ നിന്നും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഓരോ കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ ഒന്നിനും ഒരു തടസ്സം നമ്മുടെ ലൈഫിലില്ല, എല്ലാം നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നന്ദി.